Hello students, today we are going to discuss chapter 11 P block elements of our 11th standards SCRT syllabus. P block elements are those elements where the valence shell is having the last electron as P. അതായത് അവരുടെ വാലൻസ് ഷെൽ പി ഓർബിറ്റൽ പി സബ് ഷെൽ ആയിരിക്കും, അതിനകത്തായിരിക്കും ആ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പി ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. പി ബ്ലോക്ക് എലിമെൻറ്റ്സ് ഗ്രൂപ്പ് 13 തൊട്ടിട്ട് ഗ്രൂപ്പ് 18 വരെയുള്ളതാണ് പി ബ്ലോക്ക് എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ഹീലിയം 18th ഗ്രൂപ്പിലത്തെ ഫസ്റ്റ് മെമ്പർ ആണെങ്കിൽ പോലും നമ്മളതിനെ ഈ ഗ്രൂപ്പിൽ നിന്ന് പി ബ്ലോക്ക് എലിമെൻറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തുക. അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹീലിയമിൽ ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഓൺലി 1s2. അതിൽ പി എന്ന് പറയുന്ന സബ്ഷെൽസ് ഇല്ല, ഉണ്ടാവണമെങ്കിൽ അത് n=2 ലെവലിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വി സേ ദറ്റ് ഹീലിയം ഇസ് എക്സ്ക്ലൂഡഡ്. ഇതിൻ്റെ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ പി ബ്ലോക്ക് എലിമെൻറ്റ്സിൻ്റെ മൊത്തത്തിലുള്ള കോൺഫിഗറേഷൻ ns2 np1 to 6 ആണ്. മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പി ബ്ലോക്ക് എലിമെൻറ്റ്സിന് നോക്കുകയാണെങ്കിൽ അത് അവരവരുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 13 എടുക്കുകയാണ് എങ്കിൽ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഗ്രൂപ്പ് 17 എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അവിടെ 17 എന്ന് പറഞ്ഞാൽ 7 ഇലക്ട്രോൺസ് ഓൾറെഡി വാലൻസ് ഷെല്ലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി റിസീവ് ചെയ്താൽ ഇറ്റ് വിൽ കംപ്ലീറ്റ് ഇറ്റ്സ് ഒക്ടേറ്റ്. അപ്പോൾ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ കാണിക്കുന്ന വാലൻസ് ഇലക്ട്രോൺസ് അവരുടെ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ഇലക്ട്രോണും കൂടി അതിൻ്റെ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എസ് സബ്ഷെല്ലുള്ള വാലൻസ് എസ് സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസും പി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസും കൂട്ടിച്ചേർന്നിട്ടാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 17th ഗ്രൂപ്പിലെ നമ്മൾ ഫ്ലൂറിൻ എടുക്കുകയാണെന്ന് വെക്കുക. ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. നമ്മൾ എഴുതുമ്പോൾ 1s2 2s2 2p5 എന്നാണ് നമ്മൾ എഴുതുക. 1s2 2s2 2p5 എന്നാണ് എഴുതുക. അപ്പോൾ ആ 2s2 2p5 ചേർന്ന് കഴിഞ്ഞിട്ട് വരുന്ന 7 ഇലക്ട്രോൺസ് ആണ് അവരുടെ വാലൻസ് ഇലക്ട്രോൺസ്. അവരുടെ വാലൻസി 1 ആയിരിക്കും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. ഇനി നമുക്ക് അനമലസ് ബിഹേവിയർ ഓഫ് എ ഫസ്റ്റ് മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ എല്ലാ ഗ്രൂപ്പിലത്തെ ആദ്യത്തെ മെമ്പറിനെ മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനേക്കാളും വളരെ വ്യത്യസ്തമായ ബിഹേവിയർ കാണിക്കാൻ പറ്റും. അതിൻ്റെ കാരണങ്ങളാണ് അവരുടെ എക്സ്ട്രീംലി സ്മോൾ സൈസ്, അവരുടെ ഹൈ അയനൈസേഷൻ എനർജി, അവരുടെ ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ, അവരുടെ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ് ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് എല്ലാ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റ് നിൽക്കുന്നത് n=2 പീരീഡിലാണ്. n=2 ലെവൽ അല്ലെങ്കിൽ പീരീഡ് 2ലാണ് നിൽക്കുക. അവിടെ നമുക്ക് n=2 കിട്ടുക. 2ൽ വരുന്ന സബ്ഷെൽസ് 2s ഉം 2p മാത്രമാണ്. അവിടെ 2d എന്ന് പറയുന്ന ഒരു സബ്ഷെൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ അനമലസ് ബിഹേവിയർ കാണിക്കാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലും ചാപ്റ്ററിലും നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പറയുന്ന 13th ഗ്രൂപ്പ് 14th 15th കൂടുതൽ 13 14 15 പ്രോമിനൻ്റ് ആവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ഇനി പറയണേ. അവിടെ നമ്മൾ സാധാരണ 13th ഗ്രൂപ്പിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്നും 14th ഗ്രൂപ്പിൻ്റെ +4 or -4 എന്ന് പറയുന്നതും 15th നമുക്ക് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ആ പറയുന്ന പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ നമ്മൾ താഴത്തേക്ക് പോകും തോറും ആസ് വി മൂവ് ടു ദി ബൾക്കിയർ എലിമെൻറ്റ്സ് ആണ്, ലാർജർ എലിമെൻറ്റ്സിലേക്ക് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവരുടെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാൻ സമ്മതിക്കുന്നില്ല. ദേ ഡോണ്ട് ഷോ ദെയർ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിച്ച് ക്യാൻ ബി എക്സിബിറ്റ്. ഇപ്പോൾ +3 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ പകരം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക. +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണമെങ്കിൽ നമുക്ക് 15th ഗ്രൂപ്പിൽ കാണിക്കാൻ പറ്റും. പക്ഷെ അവിടെ ആ പറയുന്ന ഇതിൽ നമുക്ക് താഴത്തേക്ക് പോകുന്തോറും ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കുറയാൻ തുടങ്ങും. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ
താഴേക്ക് പോകുന്തോറും ലാർജർ എലിമെന്റ്സിലേക്ക് പോകുന്തോറും അവിടെ ഇന്റർവീൻ ആയിട്ടുള്ള ഡി ഓർബിറ്റൽസും എഫ് ഓർബിറ്റൽസും ഒക്കെ വരും. അതും ഫുള്ളി ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഫുള്ളി ഫീൽഡ് ആയിട്ട് അവർ ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് എഫക്റ്റ് ആണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ് രണ്ട് തരമുണ്ട്. എഫക്റ്റീവ് ഷീൽഡിങ് എഫക്ട്സും ഉണ്ട്, ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് എഫക്റ്റ്. ഈ ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് എഫക്റ്റ് വരുന്ന സമയത്ത് ഈ ലാസ്റ്റിലത്തെ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ ശക്തമായി പിടിച്ചു വയ്ക്കും, പ്രത്യേകിച്ച് എസ് ഇലക്ട്രോൺസിനെ പിടിച്ചു വയ്ക്കും. അപ്പോൾ അതും കഴിഞ്ഞ് വരുന്ന പി ഓർബിറ്റലിന്റെ ഇലക്ട്രോൺസിന് മാത്രമാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ എസ് ഇലക്ട്രോൺസിനെ കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാതെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഡ്യൂ ടു ദി ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് ഓഫ് ഫീൽഡ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് കാണിക്കുന്ന ഈ രീതിക്ക് നമ്മൾ പറയുന്നതാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ഇതിന് ഒരുപാട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇപ്പൊ ലെഡ് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, PbCl2 ഇസ് ഫൗണ്ട് ടു ബി more stable and more common than PbCl4 ആണ്. അപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക നമ്മൾ കാർബൺ ഫാമിലി എടുക്കുകയാണെങ്കിൽ. അതിന്റെ കാരണം ഇതാണ്, താഴത്തേക്ക് പോകുന്തോറും ഇന്റർവീനിങ് ആയിട്ടുള്ള ഫുള്ളി ഫീൽഡ് ഡി ഓർബിറ്റൽസും എഫ് ഓർബിറ്റൽസും വരും. ഈ ഫുള്ളി ഫീൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസും എഫ് ഓർബിറ്റൽസും നമുക്ക് ഇൻഎഫക്റ്റീവ് ഷീൽഡിങ് എഫക്റ്റ് ആണ് കാണിക്കുക. അതായത് ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വാലൻസ് ഇലക്ട്രോൺസ് തരത്തിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും അവരുടെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇത്ര സൈസ് കൂടിയിട്ടും കാര്യമില്ല, ദർ വിൽ ബി എൻ എഫക്റ്റീവ് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിക്കോസ് ദിസ് ഇന്റർമീഡിയറ്റ് DOF ഇലക്ട്രോൺസ് ഹാവ് ബിക്കം ഇൻഎഫക്റ്റീവ് ഷീൽഡിങ്, പുവർ ഷീൽഡിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ലാസ്റ്റിലത്തെ വാലൻസ് ഇലക്ട്രോൺസിലെ എസ് ഓർബിറ്റൽ ഇലക്ട്രോൺസിനെ നല്ലപോലെ അട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ദേ മേക്ക് ഇറ്റ് reluctant to participate in bond formation, and such a phenomenon is what is called as inert pair effect. ഇത് ത്രൂ ഔട്ട് 13, 14, 15 ഗ്രൂപ്പിൽ നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ബൾക്കിയർ എലിമെന്റ്സിന്റെ കേസസിൽ നമുക്ക് കാണാം അവർ എപ്പോഴും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് സ്പെസിഫിക്കലി ഗ്രൂപ്പ് 13 എലിമെന്റ്സിന്റെ സ്റ്റഡിയിലേക്ക് പോവാം. ബോറോൺ ഫാമിലി എന്നാണ് നമ്മൾ പറയുക. ദ ഫസ്റ്റ് മെമ്പർ ഇസ് ബോറോൺ. Group 13 elements includes boron, aluminium, gallium, indium and thallium. Boron is a typical non-metal. Aluminium is a metal. Gallium, indium and tellurium are gallium, indium and thallium are almost metallic in character. Boron mainly occurs as orthoboric acid, borax and kernite. The two isotopic forms of boron are B10 and B11. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബോറോണിന്റെ എക്സിസ്റ്റൻസ് ഏതൊക്കെ രീതിയിലാണെന്നും ഇതിലെ ബോറോൺ ഒരു ടിപ്പിക്കൽ നോൺ മെറ്റലും മറ്റുള്ളത് മെറ്റൽ ആയിട്ടാണ് പറയുന്നത്. ഈ ബോറോണിനെ ടിപ്പിക്കൽ നോൺ മെറ്റൽ നമ്മൾ പറഞ്ഞാലും അതിന് ഒരുപാട് മെറ്റലോയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വന്നിട്ട് ഇപ്പോഴും അതൊരു ഡിസ്കഷൻ, അത് വെദർ വി ഷുഡ് മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി ഫോൾ ഇൻ ടു എ നോൺ മെറ്റൽ ഓർ എ മെറ്റലോയിഡ് ഫോമിലേക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രസന്റ്ലി ദേഴ്സ് എ discussion over that. Group 13 elementsലേക്ക് പോവാം. Aluminium is the most abundant metal and the third most abundant element in the earth's crust. Element existence bauxite ore formula, cryolite ore formula ഒക്കെ existing ആണ്. Gallium, indium and thallium are less abundant elements in nature. Atomic propertiesലേക്ക് നമുക്ക് കടക്കാം. Atomic propertiesലെ ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇവിടെ നമ്മൾ എൻറ്റയർ പി ബ്ലോക്ക് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വി ആർ ജസ്റ്റ് ഡിസ്കസിങ് അബൌട്ട് ദി 13th ഗ്രൂപ്പാണ്. ബോറോൺ ഫാമിലിനാണ് ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ 13th ഗ്രൂപ്പിലെ 3 ആണ് വാലൻസ് ഇലക്ട്രോൺസ്, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുകൊണ്ട് തന്നെ NS2 NP1 ആയിരിക്കും. ബോറോൺ ആൻഡ് അലുമിനിയം ഹാവ് നോബൽ ഗ്യാസ് സ്കോർ ആണ്. ഗാലിയം ആൻഡ് ഇന്ത്യം ഹാവ് നോബൽ ഗ്യാസ് പ്ലസ് 10d ഇലക്ട്രോൺസ്. താലിയം ഹാസ് നോബൽ ഗ്യാസ് പ്ലസ് 14f ഇലക്ട്രോൺസ് പ്ലസ് 10d ഇലക്ട്രോൺ കോഴ്സ് ആണ്. അതായത് നമ്മൾ അതിനെ ചുരുക്കി എഴുതാൻ അവരുടെ ലോങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ പറയണതാണ്. നമ്മൾ നോബൽ ഗ്യാസ് എഴുതിയിട്ടാണ് കാണിക്കുക എന്നുള്ളത് ഞാൻ മുമ്പ് അവർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് ആണ് ഓരോ എലിമെൻസിൻ്റെ കൊടുത്തിട്ടുള്ളത്. അറ്റോമിക് റേഡിയസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുന്തോറും അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷണൽ ബിഹേവിയർ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഗാലിയം നമുക്ക് സീരീസ് നമുക്കറിയാം, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇന്ത്യം ആൻഡ് താലിയം ആണ്. അവിടെ അലുമിനിയത്തിനെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു എലിമെന്റ് ആണ് ഗാലിയം. സോ അക്കോർഡിംഗ് ടു അസ് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ദ അറ്റോമിക് സൈസ് ഷുഡ് ഇൻക്രീസ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ
atomic radius of gallium is lesser than that of aluminium. ഗാലിയത്തിന്റെ റേഡിയസ് അലുമിനിയത്തിനേക്കാളും കുറവാണ്. അപ്പോൾ അതിന്റെ റീസൺ എന്താണ്? നമ്മൾ നേരത്തെ ഇനേർട്ട് പെയർ എഫക്റ്റ് പറഞ്ഞ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയണതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു എന്നുള്ള സെയിം റീസൺ ആണ് ഇവിടെയും യൂസ് ചെയ്യാൻ പോണേ. ഇവിടെ എന്താണ്? ആ സെയിം കാര്യമാണ്. എന്താണ് നടക്കുന്നത്? ഇന്നർ ഫീൽഡ് ആയിട്ടുള്ള DF ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം അവിടെ വാലൻസ് ഇലക്ട്രോൺസിലേക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി അവിടെ എന്ത് ചെയ്യും? ഒരു കൺട്രാക്ഷൻ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അലുമിനിയം. പക്ഷെ അപ്പോൾ നമുക്ക് ചോദിക്കാം ബാക്കിയുള്ളതിൽ അങ്ങനെ വരുമെന്ന്. അങ്ങനെയല്ല. ബാക്കിയുള്ളതിൽ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് N=, നെക്സ്റ്റ് ലെവൽ ഷെല്ലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ എഫക്റ്റ്, ഇത് മ്യൂച്വലി കമ്പൻസേറ്റിംഗ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ആ എഫക്റ്റ് മ്യൂച്വലി കമ്പൻസേറ്റ് ചെയ്തിട്ട് സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഗാലിയത്തിൻ്റെ കേസിൽ ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ലെസ് ബിക്കോസ് ഓഫ് ദിസ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ദി ഇലക്ട്രോൺസ്. Now going on to ionization enthalpy concept ആണ്. Ionization enthalpy does not decrease smoothly down the group. This is due to the poor shielding effect of the completely filled inner D and F electrons ആണ്. നമ്മൾ സാധാരണ അയനൈസേഷൻ എൻതാൽപ്പി പറയുമ്പോൾ താഴേക്ക് പൂന്തോറും കുറയും എന്നാണ് പറയുന്നത്. കാരണം സൈസ് ഇൻക്രീസ് ചെയ്ത് വളരെ ഈസിലി നമുക്ക് ഇലക്ട്രോൺ എടുക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് ഈ പറയുന്ന പുവർ ഷീൽഡിങ് എഫക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഫീൽഡ് ഇന്നർ DF ഇലക്ട്രോൺസിന്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം ഗാലിയത്തിന്റെ സൈസ് കുറഞ്ഞതായിട്ട് എക്സ്പ്ലനേഷൻ ഉണ്ട്. അയനൈസേഷൻ എൻതാൽപ്പി കൂടാനുള്ള കുറയാതിരിക്കാനുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനേർട്ട് പെയർ എഫക്റ്റിന്റെ റീസണും ഇത് തന്നെയാണ്. അപ്പോൾ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ടു ഹെവിയർ എലിമെന്റ്സ് ആണ്. ലാർജർ അറ്റോമിക് നമ്പർ എലിമെന്റ്സിനെ P ബ്ലോക്ക് എലിമെന്റ്സിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക് കോൺസെപ്റ്റ് കാണുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഫസ്റ്റ് ഡിക്രീസസ് ഫ്രം ബെറിലിയം ടു അലുമിനിയം ആൻഡ് ദെൻ ഇൻക്രീസസ് മാർജിനലി ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ആദ്യം മുകളിൽ താഴത്തേക്ക് പോകുമ്പോൾ എപ്പോഴും കുറയുക ചെയ്യുക. അതുകൊണ്ടല്ലേ നമ്മൾ പറയാം മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുതൽ ഗ്രൂപ്പിന്റെ താഴെ വരുമ്പോഴാണ് കൂടുക, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന കാരണം. പക്ഷെ ബോറോൺ ടു അലുമിനിയം ഡിക്രീസ് ചെയ്യുന്ന ശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി മാർജിനലി ഇൻക്രീസ് ചെയ്യുക. അതിന്റെ റീസൺ എന്താ? അഗെയിൻ ദ സെയിം തിങ്. This is due to the poor shielding effect of the completely filled inner D and F electrons. അത് കാരണമാണ് വേരിയേഷൻ ഇൻ അറ്റോമിക് സൈസ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഇസ് വൈ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. Electronegativity decreases marginally after aluminium. Physical properties discussed here. Boron is a non-metallic in nature. It is extremely hard and black-colored solid. It exists in any electropic forms. Due to very strong crystalline lattice, boron has unusually high melting point ആണ്. അപ്പോൾ ഇതൊക്കെ ബോറോണിൻ്റെ പ്രത്യേക പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഗ്രൂപ്പിൻ്റെ പ്രത്യേക പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യണേ. Gallium with very low melting point could exist in liquid state during summer. Its boiling point is very high. Therefore, it is used in high temperature thermometers. അപ്പോൾ ഗാലിയത്തിൻ്റെ യൂസ് ആണ്. ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണ്? ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് ഈ പറയുന്ന ഗാലിയത്തിന്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ തെർമോമീറ്റേഴ്സ് ആവശ്യം വരുന്ന സ്ഥലത്ത് നമുക്ക് മെർക്കുറി യൂസ് ചെയ്യണേക്കാളും നല്ലതാണ് ഏത് യൂസ് ചെയ്യുക? ഗാലിയം ഫിൽഡ് ആയിട്ട് യൂസ് ചെയ്യുക. ബിക്കോസ് ഹയർ ടെമ്പറേച്ചറിൽ ഓൾറെഡി ഗാലിയം എന്താണ് മെൽറ്റ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സ്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ ആണ്. Boron is unreactive in crystalline form and aluminium forms a very thin oxide layer on the surface which protects the metal from further attack ആണ്. ഇത് നമുക്ക് അറിയാലോ, അലുമിനിയം ഈസിലി അലുമിനിയം ഓക്സൈഡ് തിൻ കോട്ടിംഗ് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കംസ് ഇനേർട്ട് ടുവേർഡ്സ് ദി ഫർദർ അറ്റാക്ക് ആണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അലുമിനിയം സർഫേസ് കോട്ടിംഗ് കൊടുക്കാൻ പറ്റും വേർ യു ഹാവ് ടു പ്രിവെൻറ്റ് കറോഷൻ. അപ്പോൾ അലുമിനിയം ഓക്സൈഡ് ഫോം ചെയ്ത് കവർ ചെയ്ത് നിൽക്കുമ്പോൾ പിന്നെ ഫർദർ ഉള്ളിലേക്ക് കറോഷൻ അറ്റാക്ക് ഉണ്ടാവില്ല. Amorphous boron and aluminium metal on heating in the air form boron oxide and aluminium oxide respectively. With dinitrogen at high temperature they form nitrides ആണ്. അപ്പോൾ എയറിലുള്ള ഓക്സിജൻ ആയിട്ട് ബോറോൺ അലുമിനിയം റിയാക്ട് ചെയ്തിട്ട് ബോറോൺ ഓക്സൈഡ് അലുമിനിയം ഓക്സൈഡ് ഫോം ചെയ്യും. അതേ സമയത്ത് ഡൈനൈട്രോജൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ ദേ ഫോം നൈട്രൈഡ്സ് ആണ്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സിന്റെ. Boron does not react with acids and alkalis even at moderate temperature ആണ്.
Aluminium, though dissolves in mineral acids and aqueous alkalis, ആണ് aluminiums show amphoteric character ആണ്. Aluminium show amphoteric character എന്ന് പറഞ്ഞാൽ aluminium oxide amphoteric in nature ആണ്. Aluminium dissolves in dilute HCl and liberates dihydrogen. ഇതൊക്കെ നമ്മൾ മെറ്റൽസിൻ്റെ റിയാക്ഷൻ വിത്ത് ആസിഡ്സിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്. സോ അലുമിനിയം ഈസിലി റിയാക്ട്സ് വിത്ത് HCl or dissolves in HCl to liberate dihydrogen. Concentrated nitric acid renders aluminium passive. കോൺസെൻട്രേറ്റഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്ത ഹൈഡ്രോജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് അതിനേക്കാളും സ്ട്രെങ്ത് കൂടിയിട്ടുള്ള സ്ട്രോങ്ങർ ആസിഡ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രോജൻ ലിബറേറ്റ് ചെയ്യുന്നതിന് പകരം ഓക്സിഡേഷൻ നടക്കും സർഫസിന് മുകളിൽ. സോ അലുമിനിയം ഓക്സൈഡ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്ത് വരും. അലുമിനിയം ഓൾസോ റിയാക്ട്സ് വിത്ത് ആൽക്കലീസ് ആണ്. നമ്മൾ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആണ് ഡിസ്കസ് ചെയ്യണം. ആൽക്കലീസ് ആയിട്ടുള്ള റിയാക്ഷൻ നടക്കും, അങ്ങനെ ലിബറേറ്റ് ചെയ്യും ഹൈഡ്രോജൻ. സോ ബോത്ത് അലുമിനിയം വിത്ത് HCl ആസ് വെൽ ആസ് NaOH ലിബറേറ്റ്സ് ഹൈഡ്രോജൻ ആണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം സോഡിയം ടെട്രാഹൈഡ്രോക്സോ എലിമിനേറ്റ് 3. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലോജൻസ് ആണ്. അലുമിനിയം അല്ലെങ്കിൽ ഏത് എലിമെൻറ്റ് റിയാക്ട് ചെയ്താലും നമുക്ക് അലുമിനിയം ഹാലൈഡ്സ് കിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെറ്റൽ ഹാലൈഡ്സ് കിട്ടും. ഇതിൽ നമുക്ക് കിട്ടാത്തത് താലിയം ട്രൈഹാലൈഡ് മാത്രമാണ്. Group 13 elements react with halide to form trihalides except thallium. Thallium iodide ആണ് നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് വരിക. അത് ഞാൻ പറഞ്ഞത് ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതൽ സ്റ്റേബിൾ. അനമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോറോൺ ആണ് നമ്മൾ കാണുന്നത്. ബോറോണിലെ നമുക്കറിയാം എന്ത് പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ദേ ആർ കോവാലന്റ് ഇൻ നേച്ചർ, ദേ ആർ ഹൈഡ്രോളൈസ്ഡ് ഇൻ വാട്ടർ. The monomeric trihalides are electron deficient, therefore they are strong Lewis acids ആണ്. ബോറോണിന്റെ ഹാലൈഡ്സ് ഒക്കെ ലൂയിസ് ആസിഡ്സ് ആണ്. എന്താണ് ലൂയിസ് ആസിഡ്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസിനെ നമുക്ക് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. അപ്പോൾ ബോറോൺ ഹാലൈഡ് എങ്ങനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആവണേ? നമ്മൾ BCl3 എടുത്തു കഴിഞ്ഞാൽ ബോറോണിൻ്റെ മുകളിൽ 3 വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 3 വാലൻസി 3 ക്ലോറിനായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ ആകെ 6 ഇലക്ട്രോൺസ് ആണ് ബോറോണിൻ്റെ ചുറ്റും വരിക. ടു കംപ്ലീറ്റ് ഒക്ടറ്റ് ഇറ്റ് ഷുഡ് ഹാവ് 8 ഇലക്ട്രോൺസ്. സോ ഇറ്റ്സ് ഡെഫിഷ്യൻറ്റ് ഓഫ് 2 ഇലക്ട്രോൺസ്. സോ ദാറ്റ് ഇസ് വൈ ബോറോൺ halides or trihalides of these boron are acting as Lewis acids ആണ്. Boron trifluoride, if fluoride easily reacts with Lewis bases such as ammonia to complete octet around boron, and this sort of a bonding formed between BF3 and NH3 is called coordinate bond. അതാണ് arrow ഇട്ടിട്ട് കാണിച്ചിട്ടുള്ളത്. It is due to the absence of d orbitals that the maximum covalency is 4 ആണ്. ഇപ്പോൾ നമ്മൾ ബോറോൺ വെച്ച് നോക്കുകയാണെങ്കിൽ ബോറോൺ ഏത് കമ്പൗണ്ട് ആയിട്ട് കോമ്പിനേഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ എത്ര കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ഓൺലി ലാസ്റ്റിൽ നമുക്ക് എസും ഒരു പിയും, അപ്പോൾ 4 ഓർബിറ്റൽസേ ഉണ്ടാവുള്ളൂ അല്ലേ. വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ 2s 2p ആണ്. അപ്പോൾ അവിടെ ഒരു എസിൻ്റെ ഓർബിറ്റലും 3 പിയുടെ ഓർബിറ്റൽ മാത്രമാണ് ബോണ്ട് ഫോർമേഷനോ ഹൈബ്രിഡൈസേഷനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് വാലൻസി 4 മാത്രം. പിന്നെ പറയാം അവിടെ d ഓർബിറ്റൽസ് ഇല്ല. ഡി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി എക്സ്റ്റെൻഡഡ് ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ അലുമിനിയം ഒക്കെ ആണെങ്കിൽ നമുക്ക് അലുമിനിയത്തിൻ്റെ കോവാലൻസി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 6 ആണ്. Boron is unstable to form BF6 3- ion because of non-availability of d orbitals. അതാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തത്. മാക്സിമം കോവാലൻസി 4 പറ്റുള്ളൂ. Why is boric acid considered as a weak acid ആണ്? നമ്മൾ ബോറിക് ആസിഡിനെ അഡ്രസ് ചെയ്യുന്ന H3BO3 ഒരു വീക്ക് ആസിഡ് ആണ്. അതിൻ്റെ റീസൺ ഇതൊക്കെ നമുക്ക് എക്സാമിന് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആസിഡ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആസിഡ്സ് എന്ന് കൺസിഡർ ചെയ്യുക H+ കൊടുക്കേണ്ടതാണ്. H3BO3 എന്ന് പറഞ്ഞ ബോറിക് ആസിഡ് വളരെ ഈസി ആയിട്ട് 3 ഹൈഡ്രോജൻ ആറ്റംസ് ഉണ്ട്. സോ വി തിങ്ക് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് എ ബേസിസിറ്റി ഓഫ് 3 ഹൈഡ്രോജൻ ആറ്റംസ് ആണ്. പക്ഷെ അങ്ങനെയല്ല നടക്കുക. ബോറിക് ആസിഡിലെ എല്ലാതും OH ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ BOH 3 ബോണ്ട് കഴിയുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഓർ ലൂയിസ് ആസിഡ് ആണ്. ആ ലൂയിസ് ആസിഡ് ക്യാരക്ടർ കൊണ്ടാണ് ദേ ആർ ആക്ടിങ് ആസിഡ്സ് ആണ്. സോ അവർ എന്ത് ചെയ്യും? It receives another OH- from water molecule to complete its octet ആണ്. അപ്പോൾ അങ്ങനെ റിസീവിങ് ഓഫ് OH- അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആയതുകൊണ്ടാണ് we say that boric acid is considered as a weak acid. Next common question is white fumes appear around the bottle of anhydrous aluminum chloride. Give reason.
Anhydrous aluminum chloride is partially hydrolyzed with atmospheric moisture to liberate HCl gas ആണ്. അപ്പോൾ നമ്മൾ ഈ പറയണ പോലെ അലുമിനിയം ക്ലോറൈഡിനെ മോയ്സ്ചർ ആയിട്ടുള്ള കോൺടാക്ട് വരുമ്പോൾ അവിടെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടക്കും, HCl ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഈ HCl ഗ്യാസിൻ്റെ അപ്പിയറൻസ് ആണ് നമുക്ക് വൈറ്റ് ഇൻ കളർ ആയിട്ട്, മോയ്സ്റ്റ് HClന്റെ അപ്പിയറൻസ് ആണ്, വിത്ത് മോയ്സ്ചർ അപ്പിയറൻസ് ആണ് വൈറ്റ് ഇൻ കളർ തരുന്നത്. So this is all for this first video. We have discussed the concepts that we discussed in this particular video is the general introduction of p block elements. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ പറയുന്ന ഇനേർട്ട് പെയർ എഫക്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഗ്രൂപ്പ് 13 എലിമെൻറ്റ്സ് ബോറോൺ ഫാമിലിയിലെ നമ്മൾ അറ്റോമിക് പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ അനമലസ് ബിഹേവിയർ ഓഫ് ബോറോണും പിന്നെ ചില പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഓഫ് കമ്പൗണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ് ഈസ് ഓൾ ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ.